നമസ്കാരം. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു വേർപാട്. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു ശാന്തകുമാരി അമ്മ. പരിചരിക്കുന്ന ആളുകളാണ് മരണസമയത്ത് ശാന്തകുമാരി അമ്മയുടെ ഒപ്പമുണ്ടായിരുന്നത്. മോഹൻലാലും വീട്ടിലേക്ക് എത്തി. എളമക്കരയിൽ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് ശാന്തകുമാരി അമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത്. മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും അടക്കം വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത്. പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി ലാൽ സംസാരിച്ചിട്ടുണ്ട്. 89ാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിലെ വീട്ടിൽ സംഗീതാർച്ചന നടത്തിയിരുന്നു. മൃതദേഹം വൈകിട്ട് വരെ കൊച്ചിയിലെ വീട്ടിൽ വയ്ക്കും. രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. 14 വർഷമായി രോഗാവസ്ഥയിലായിരുന്ന ശാന്തകുമാരി അമ്മയ്ക്ക് 3 മാസം മുൻപാണ് രോഗം മൂർച്ഛിച്ചത്. ലാലു എന്നാണ് മോഹൻലാലിനെ അമ്മ വിളിക്കാറുള്ളത്. അമ്മയുടെ പൊന്നാര മകനാണ് അദ്ദേഹം. അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. മകൻ മലയാള സിനിമയുടെ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ തലപ്പത്ത് നിൽക്കുമ്പോഴും മകന്റെ 3 സിനിമകൾ കാണാൻ ശാന്തകുമാരി തയ്യാറായിട്ടില്ല. അഭിമുഖങ്ങളിലൊക്കെ ഇത് പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. കിരീടം, ചെങ്കോൽ, താളവട്ടം തുടങ്ങിയ 3 ചിത്രങ്ങളായിരുന്നു അവ. കിരീടവും ചെങ്കോലും ഞാൻ കാണത്തില്ല. ഭയങ്കര കഷ്ടമാണത്. അടിയൊക്കെയാണ് എനിക്ക് കാണണ്ട. ചെങ്കോൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. കിരീടം ആദ്യം കുറച്ച് കണ്ടു, പിന്നെ എനിക്ക് കാണണ്ട. താളവട്ടവും ഞാൻ കണ്ടിട്ടില്ല, അതൊന്നും കാണുകയുമില്ല. കിലുക്കം പോലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. ചിത്രം ലാസ്റ്റ് ഭാഗമായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി എന്നായിരുന്നു ഒരു സ്വകാര്യ ചാനലിനോടെന്ന ശാന്തകുമാരി പറഞ്ഞത്. പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 10 വർഷമായി ചികിത്സയിലിരിക്കുകയാണ് അത്തരത്തിൽ ശാന്തകുമാരിയുടെ വിയോഗം. അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ. മോഹൻലാൽ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പല വേദികളിലും അമ്മയെക്കുറിച്ച് വാചാലനാകാറുള്ള മോഹൻലാലിനെ പല ആവർത്തി തന്നെ മലയാളികൾ കണ്ടിട്ടുണ്ട്. 89ാം പിറന്നാൾ ദിനത്തിലാണ് അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിലെ വീട്ടിൽ സംഗീതാർച്ചന നടത്തിയത്. ഇതിന്റെ വീഡിയോ ഒക്കെ തന്നെ അന്ന് വലിയ രീതിയിൽ തന്നെ വൈറലാകുകയും ചെയ്തു. ജീവിതത്തിൽ എല്ലാമായ അമ്മയെക്കുറിച്ച് പലപ്പോഴും വാചാലനാകാറുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ തന്നെ പാട്ടിലും അഭിനയത്തിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ലാലു എന്ന് അമ്മ പറഞ്ഞിരുന്നു. അന്ന് എന്തോ പാട്ട് പഠിക്കാനായില്ല. കവിയൂർ പൊന്നമ്മയും ലാലും ഒന്നിച്ചു വരുന്നത് കാണാൻ എനിക്കിഷ്ടമാണ്. പൊന്നമ്മയോടും ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. JB ജംഗ്ഷനിൽ മോഹൻലാൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അമ്മ മകനെ കുറിച്ച് വാചാലനായത്. ജീവിതത്തിൽ വില്ലനല്ല അവൻ. അവനെ പിടിച്ച് വില്ലനാക്കിയതിൽ എനിക്ക് സങ്കടമുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു മോഹൻലാലിന്റെ അഭിനയ ജീവിതം തുടങ്ങിയത്. ഷൂട്ട് കഴിഞ്ഞു വന്നാൽ ഞാൻ കൈയും കാലും ഒക്കെ നോക്കാറുണ്ട്. എവിടെയെങ്കിലും ഒടിവോ ചതവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അമ്മയെ സ്ക്രീനിൽ കണ്ട സന്തോഷമായിരുന്നു മോഹൻലാൽ പങ്കുവച്ചത്. അമ്മ ഇപ്പോൾ സംസാരിക്കും. അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷെ നമുക്ക് മനസ്സിലാകും. എന്തിനാണ് നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ വന്ന് കൈയും കാലും ഒക്കെ നോക്കാറുണ്ട്. ഫൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അമ്മയ്ക്ക് വയ്യാതായത്. ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയാണത്. മാതാ അമൃതാനന്ദമയിയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇത് സംഭവിച്ചതെങ്കിലോ അവിടെ ആരും കാണില്ലായിരുന്നല്ലോ. നമ്മുടെ ആശുപത്രിയിലേക്കാണ് മോൻ നേരെ കൊണ്ടുവന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുവെന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായ സമയമാണ്. എന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അമ്മയ്ക്ക് മനസ്സിലാകും. എനിക്കൊരു പനിയോ ജലദോഷമോ വന്നാലും അമ്മ ചോദിക്കും. അത് അമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്നതാണ്. അതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് മനസ്സിലാകും. അന്നൊരിക്കൽ ഞാനും അങ്കിളും ആന്റിയും ഒക്കെ മാതാ അമൃതാനന്ദമയെ കാണാൻ പോയിരുന്നു. അന്നത്തെ ദിവസം പുറമെ നിന്നുള്ളവരെ കാണുന്നതായിരുന്നില്ല. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഭസ്മമൊക്കെ തന്ന ഒരു ആപ്പിളും ഉമ്മയും ഒക്കെ തന്ന് അമ്മ പൊയ്ക്കൊള്ളാൻ പറയും. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മുത്തുകളൊക്കെയുള്ള ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അത് വെച്ച് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അമ്മ അടുത്ത് വിളിച്ച് കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റ് എനിക്ക് ഊരിത്തന്നു. അതാണ് യഥാർത്ഥ സ്നേഹമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മകന്റെ മനസ്സിലുള്ള വികാരം അമ്മ മനസ്സിലാക്കി. ആ അമ്മയുടെ കാര്യമല്ല പറയുന്നത്, എല്ലാ അമ്മമാരുടെയുമാണ്. അമ്മയെ ഞാൻ എല്ലാ ദിവസവും ഫോൺ ചെയ്യും. പഴയ കാര്യങ്ങളാണ് കൂടുതലും ഓർമ്മ വരുന്നത്. തന്മാത്ര എന്ന സിനിമയിൽ അഭിനയിച്ച സമയത്ത് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാലുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഒരു അമ്മയ്ക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞു വെച്ചത്.